10 വർഷം മുമ്പ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ തകർത്ത ഇറാഖിലെ ക്രൈസ്തവ ദേവാലയം പൂർണ്ണമായും പുനർനിർമ്മിച്ചു. വടക്കൻ ഇറാഖിലെ മൊസൂളിലെ ചർച്ച് ഓഫ് അവർ ലേഡി ഓഫ് ദി ഹവർ എന്ന ദേവാലയമാണ് പുനർനിർമ്മിച്ചത്. യുനെസ്കോയുടെ സഹകരണത്തോടെയാണ് ദേവാലയത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നത്. ഡൊമിനിക്കൻ വൈദികരുടെ ശ്രമഫലമായി 1873 അറബിയിൽ അൽസ എന്ന് വിളിക്കുന്ന ഈ ദേവാലയം നിർമ്മിച്ചത്. ആദ്യത്തെ ഗേൾസ് സ്കൂൾ ഉൾപ്പെടെ ഇറാഖിലെ സാംസ്കാരികവും അക്കാദമികവുമായ കേന്ദ്രം കൂടിയായിരുന്നു ഇത്. ഇറാഖിലെ ആദ്യത്തെ പ്രിൻറ്റിംഗ് പ്രസ്സും ഇവിടെയാണ് പ്രവർത്തിച്ചിരുന്നത്. 2014 ഐസിസ് ഭീകരർ നഗരം ആക്രമിക്കുകയും അധിനിവേശം നടത്തുകയും ചെയ്തതോടെ ദേവാലയം അവരുടെ അധീനതയിലായി. സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ദേവാലയത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ആയുധ സംഭരണശാലയായും ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതിനുമാണ് ഭീകരർ ഈ ദേവാലയത്തെ ഉപയോഗിച്ചത്. ദേവാലയത്തിലെ ചരിത്രപ്രസിദ്ധമായ പല വസ്തുക്കളും മോഷ്ടിക്കപ്പെടുകയും ചെയ്തു. 2020 ദേവാലയത്തിൻ്റെയും മൊസൂൾ നഗരത്തിൻ്റെയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ യുനെസ്കോ ഏറ്റെടുത്തത്. പുനർനിർമ്മിക്കപ്പെട്ട ദേവാലയത്തിൽ 10 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഡൊമിനിക്കൻ വൈദികരുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു.